ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയും അതുപോലെ അഭിയും ശിവയും കൂടി ഒരു ഓട്ടോ എടുത്തിട്ട് ഒരു ഹോം സ്റ്റേ അന്വേഷിച്ചോട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അവിടെ ചെന്നതിന് ശേഷം തന്നെ ഒരു റൂം എടുക്കാം, പിന്നീട് നമുക്ക് അന്വേഷിക്കാമല്ലോ എല്ലാവരെയും എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു റൂമൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അവിടെ ഇരുന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് അവരെല്ലാവരും. കാരണം എന്തായാലും എൻ്റെ അച്ഛനെ ഞാൻ അന്വേഷിച്ചില്ലെങ്കിൽ പിന്നെ എന്നിലൂടെ അത് മറിഞ്ഞു പോവും. എനിക്ക് എൻ്റെ അച്ഛനെ അറിയണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് സുലോചന എനിക്ക് തിരഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി എന്തായാലും അത് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. നിനക്ക് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ നീ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവും വർഷ. അതുകൊണ്ട് നീ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. നാളെ നേരം വെളുത്ത ഉടനെ നമ്മൾ സുലോചന ആൻറ്റിയെ കണ്ടെത്താനായിട്ട് പോവും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ എല്ലാവരും കൂടി സുലോചന ആൻറ്റിയുടെ വീട്ടിൽ തിരഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരഞ്ഞു ചെല്ലുന്ന സമയത്ത് തന്നെ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ അവിടെ തിരഞ്ഞു ചെല്ലുന്ന സമയത്ത് തന്നെ സുലോചന ആൻറ്റി ആ വീട് വിറ്റിട്ട് പോയിട്ടുണ്ട് കേട്ടോ, വേറൊരു സ്ഥലത്തേക്ക്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നൊരു അച്ഛൻ പറയുന്നുണ്ട്, ആ സുലോചന ഒന്നും ഇപ്പോൾ ഇവിടെ താമസിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഈ വീട് തന്നിട്ട് അവരെവിടെയോ പോയി കൊല്ലങ്കോടോ പാലക്കാടോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് പോയിരിക്കുന്നതെന്ന് തോന്നുന്നു. വ്യക്തമായിട്ട് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മകന് പൗലോസിന് എല്ലാ കാര്യങ്ങളും അറിയാം. അവൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഉള്ള ഉത്തരം കിട്ടുമെന്ന് പറയുന്നു. മക്കൾ കയറിയിരിക്കും, അവൻ വരുന്നവരെ ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അവർ. അല്ല, ഞങ്ങളിവിടെ ഇരുന്നോളാം, നിങ്ങൾക്ക് കുറച്ച് വെള്ളം തന്നാൽ മതിയെന്നും അബി പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് കുറേ സമയം കഴിഞ്ഞിട്ടും പൗലോസിനെ കാണാനില്ല. എന്തായാലും നമുക്ക് തിരഞ്ഞങ്ങ് ഇറങ്ങാം. അവിടെ എവിടെയും ചോദിച്ചാൽ ചിലപ്പോൾ അയാളുടെ പേരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, നമുക്ക് പോയി നോക്കാമെന്ന് പറയുന്നു. ചന്തയിലേക്കല്ലേ പോയത്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വീണ്ടും ഇറങ്ങി പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഹോം സ്റ്റേ നടത്തുന്ന ആളുടെ ഭാര്യയ്ക്കും അയാൾക്കും ഒരു ഭീഷണിയായിട്ട് ചന്ദ്രദാസിൻ്റെ ഗുണ്ടകൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ 3 പെൺകുട്ടികൾ താമസിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവരെവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അവരിവിടെ ഇല്ല, അവരെവിടേക്കാണ് പോയത് എനിക്കറിയില്ല. അവർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, മര്യാദയ്ക്ക് അവരെവിടുന്ന് പറഞ്ഞയച്ചോളണം എന്ന് പറഞ്ഞിട്ട് അയാളെ തല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാളുടെ ഭാര്യ ചോദിക്കുന്നുണ്ട്, ആരാണാവോ? അത് ചന്ദ്രദാസിൻ്റെ ആൾക്കാരാണെന്ന് മനസ്സിലായി, പക്ഷേ ആ പെൺകുട്ടികളുടെ അന്വേഷിച്ചാണ് അവർ വന്നിരിക്കുന്നത്. എന്തോ വലിയൊരു പ്രശ്നമുണ്ടെന്നുള്ളത് കാര്യങ്ങൾ ഉറപ്പാണ്. എന്തായാലും ആ കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ പറഞ്ഞയക്കായിരിക്കും നല്ലതെന്ന് പറയുന്നു. പാവം കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്തുകൾ വരുമോ? ആപത്തുകൾ എന്തായാലും വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നമുക്കിങ്ങനെ ഇടി വാങ്ങാൻ പറ്റില്ലല്ലോ, നമ്മുടെ ശരീരമല്ലേ നമുക്ക് വലുത്. അതുകൊണ്ട് തന്നെ അവരെവിടെയാണെന്നുള്ളതും എവിടേക്കാണ് പോയതെന്നുള്ളതും വന്നിട്ട് പറഞ്ഞു കൊടുക്കണം. ആ കുട്ടികളോട് പറഞ്ഞതിന് ശേഷം തന്നെ അവരെ ഇവിടെ നിന്ന് വേഗം പറഞ്ഞയക്കണം കേട്ടോ എന്ന് പറയുന്നു. പിന്നെയും വർഷയും അതുപോലെ ശിവയും എല്ലാവരും കൂടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ കേട്ടോ പൗലോസിനെ. അയാളിനി കണ്ടെത്തുമെന്ന് തോന്നുന്നില്ല. ആ സമയത്താണ് ചന്ദ്രദാസിൻ്റെ ഗുണ്ടകൾ വന്നിട്ട് ഇവരെ 3 പേരെയും പിടിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കുന്നു കേട്ടോ. കാറിലോട്ട് കയറടി എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുന്നു. പെട്ടെന്ന് ആ പൗലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ കൂടെ വരുന്നു കേട്ടോ. അങ്ങനെ അവരെയൊക്കെ അടിച്ച് തമർക്കുന്നുണ്ട്. എന്നിട്ട് പോലീസിനെ വിളിക്കാനായിട്ട് പറയുമ്പോഴത്തേനും അവർ ഓടി രക്ഷപ്പെടുന്നു. പിന്നീടാണെങ്കിലോ മക്കളെ നിങ്ങൾ എവിടെ നിന്നാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത്, ചേട്ടാ ഞങ്ങൾ ഇവിടെ ഒരു ചേച്ചിയെ സുലോചന ചേച്ചിയെ അന്വേഷിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളിവിടെ അന്വേഷിക്കുന്ന മറ്റൊരാളും കൂടി ഉണ്ട്, പൗലോസ് എന്ന്. അപ്പോഴത്തേനും എന്നെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ആ ചേട്ടൻ്റെ പേരാണോ പൗലോസ്? അതെ. അപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 പെൺകുട്ടികൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, മക്കളായിരുന്നു അത്. എന്താ എന്നെ അന്വേഷിക്കാൻ കാരണം? അത് പിന്നെ സുലോചന ചേച്ചി എങ്ങോട്ടാണ് വീട് വിറ്റ് പോയതെന്ന് ചേട്ടൻ അറിയുമെന്ന് പറഞ്ഞു. എവിടേക്കാണ്? അവർ പാലക്കാട് കൊല്ലങ്കോട് എന്ന സ്ഥലത്തേക്കാണ് പോയത്. അവിടെ ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടാണ് വീട് വിറ്റിട്ട് അവർ പോയത്. ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് പറയുന്നു. ഓ, അത് ശരിയാണോ? എന്തായാലും ഞങ്ങൾ അവരെ സൂക്ഷിച്ചൊക്കെ പോകണേ മക്കളെ എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞയക്കുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും അവർ നടക്കുകയാണ്. അങ്ങനെ പാലക്കാട്ടിലേക്ക് എത്താനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, ഇന്ന് രാത്രിയും കൂടി ആ ഹോം സ്റ്റേയിലൊന്നും നമുക്ക് താമസിക്കാം, എന്നിട്ട് നാളെ രാവിലെ തന്നെ പോയാൽ പോരെ, എനിക്ക് വയ്യ, ഞാൻ കുഴങ്ങിയിരിക്കുകയാണെന്ന് അഭി പറയുന്നുണ്ട്. ശിവയാണെങ്കിലോ ഇനി നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നത് അബദ്ധം തന്നെയാണ്. കാരണം പറയുകയാണെങ്കിൽ അത് ചന്ദ്രദാസിൻ്റെ ഗുണ്ടകളായിരിക്കുമെന്ന് വർഷം പറയുന്നുണ്ട്. അല്ലാതെ വേറെ ആരും എനിക്കിവിടെ ശത്രുക്കളില്ലല്ലോ. എന്നാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകാതിരിക്കുക നല്ലത്. രാത്രി ആയതെങ്കിലും പാലക്കാടിലേക്ക് തന്നെ നമുക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും അവർ പാലക്കാടിലേക്ക് എത്തുന്നു കേട്ടോ. കൊല്ലങ്കോട് വന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നു. അങ്ങനെ സുലോചന ആൻറ്റിയെ തിരഞ്ഞിട്ട് ആ വീട് അന്വേഷിച്ചുകൊണ്ട് എത്തുക കേട്ടോ ചെയ്യുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് തന്നെ ആ വീടുമുറ്റത്ത് നിറയെ ആളുകളും ബഹളങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, അവിടെ ഒരു മരണം നടന്നിരിക്കുകയാണെന്നുള്ളത് ഉറപ്പാണ്. സുലോചന ആൻറ്റി എവിടെയെന്ന് ചോദിക്കുന്നു. കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പുറത്താണെന്ന്. അങ്ങനെ അവരുടെ മകൻ വരുന്നുണ്ട്. എന്താ ചോദിക്കുമ്പോൾ സുലോചന ആൻറ്റി എവിടെയെന്ന് ചോദിക്കുന്നു കേട്ടോ.
അമ്മയുടെ അമ്മ മരിച്ചു പോയല്ലോ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന വർഷ ആകെ തളർന്നു പോവാണ് കേട്ടോ. കാരണം വർഷ എപ്പോഴും എന്തന്വേഷിച്ചാലും വർഷയുടെ ജീവിതത്തിൽ എന്ത് കാര്യം നടന്നാലും എല്ലാം ഒരു വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തന്നെ തനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആകെയുള്ളൊരു കച്ചിത്തുരുമ്പ് തൻ്റെ സുരോചന ആൻറ്റി ആയിരുന്നു. പക്ഷേ ആ ആൻറ്റി ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നറിഞ്ഞ വർഷ ആകെ തകർന്നു പോകുന്നു. തൻ്റെ അച്ഛനെ ഇനി എങ്ങനെ കണ്ടെത്തും, അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ വർഷ. എന്തായാലും വർഷയ്ക്ക് മറ്റൊരു ഓപ്ഷൻ എന്തായാലും തെളിഞ്ഞു വരും എന്നുള്ളത് ഉറപ്പാണ്. എങ്കിൽ പോലും വർഷ ഒരുപാട് പ്രതീക്ഷിച്ചു കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം തന്നെ വർഷ അങ്ങനെ പൊട്ടിക്കരയുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.